ഹായ്, എല്ലാവർക്കും ഒരു നമസ്കാരം. ഇന്ന് നമ്മൾ കടന്നു പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാർത്ഥതയുടെ അല്ലെങ്കിൽ എല്ലാവരും സ്വന്തം കാര്യം നോക്കി പോകുന്ന കാര്യത്തിലാണ് നമ്മൾ ഈ ലോകത്തിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഴയ പൂർവികർ കാണിച്ചു തന്ന മാതൃകയൊക്കെ നമ്മൾ എപ്പോഴൊക്കെയോ മറന്നുപോയി എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇന്ന് നമ്മുടെ ചിന്താ വിഷയം അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 17-18 വാക്യങ്ങൾ. അതിലിങ്ങനെ പറയുന്നുണ്ട്: നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും, നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകർക്ക് സ്വജീവൻ ബലിയർപ്പിക്കുവാനും സ്വജീവൻ കൊടുക്കാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെ. അതുകൊണ്ട് നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃകയിലൂടെ ഞങ്ങൾക്കും കടന്നു പോകാനാണ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അനേകർക്ക് മോചന ദ്രവ്യമായി ഞങ്ങളുടെ ജീവിതവും മാറാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, ഈ കുടുംബത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ലോകത്ത് ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലേക്കും ഞങ്ങൾ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയുടെ മേഖലയിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇവൻ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലെ നമ്മൾ ദൈവത്തെ കണ്ടുകൊണ്ട് ശുശ്രൂഷിക്കാനും, അതുപോലെ തന്നെ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ പാലിച്ച് മുന്നോട്ട് പോകാനും സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവും